ഇപ്പോൾ വലിയ ചോദ്യം ഉണ്ടാകുന്നത് ഷെറി ബിബാസിൻ്റെ മൃതദേഹം എവിടെ പോയി, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹം കൊടുക്കാത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പകരം വന്നിരിക്കുന്ന മൃതദേഹം ആരുടേതാണ്? കാരണം ഈ കാണാതായ ആളുകളുടെ മുഴുവൻ DNA സാമ്പിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മൃതദേഹം കിട്ടിയാലും ഈ സാമ്പിളുമായിട്ട് ഒത്തുനോക്കും. അപ്പോൾ ഇപ്പോൾ അയച്ചിരിക്കുന്ന പാക്കിൽ കൊഫീനകത്ത് എന്താണെന്നറിയോ, കഫീനകത്ത് ഇതില്ല, മൃതദേഹമുണ്ട്, പക്ഷെ മൃതദേഹത്തിൻ്റെ മുഖം നോക്കി തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ DNA പരിശോധന നടത്തുന്നത്. ഡികമ്പോസ്ഡ് ആയിരിക്കാം, അഴുകി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ പരിക്കുകൾ ഉണ്ടായിരിക്കാം. അത് നമുക്ക് അതിൻ്റെ അത്തരം വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല, അവർ പറയുന്നുമില്ല, ഇസ്രയേലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് DNA പരിശോധനയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അല്ല ആ മൃതദേഹങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയാം. കാരണം DNA പരിശോധനകളുടെ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളെ കാണിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ആ മൃതദേഹങ്ങളുടെ അവസ്ഥ അറിയാം. അപ്പോൾ DNA പരിശോധന നടത്തുമ്പോൾ കാണാതായിട്ടുള്ള മുഴുവൻ പേരുടെയും DNA സാമ്പിൾസ് അവിടെയുണ്ട്. അതുമായിട്ട് ഇത് ഒത്തുനോക്കിയപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സ്ത്രീയുടേതെന്ന് പറയുന്ന മൃതദേഹം ആരുടെ എന്നറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.